അനുവദിച്ചു തന്നു കാലം. അതിന് കാലത്തിനോട്, പ്രകൃതിയോട്, ജഗന്നിയന്താവിനോട് ഒക്കെ നമുക്ക് നന്ദി പറയാം. അത്രയും. നമസ്കാരം. കാലത്തിൻ്റെ കഥാകാരനായിരുന്ന MT സാറിൻ്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് കവിയും സാഹിത്യകാരനും കുഞ്ഞുണ്ണി മാഷിൻ്റെ ശിഷ്യനുമായ ശ്രീ മുരളീധർ കൊല്ലത്ത് രചിച്ച അനുസ്മരണക്കുറിപ്പ് ഏറെ ആദരവോടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ് ഞാൻ ജയശോഭ. MT ഇല്ലാത്ത MTയുടെ പിറന്നാൾ ദിനം കൂടിയാണല്ലോ ഇന്ന്. വിശ്വമഹാമൗനത്തിലും അശ്വരഥമേന്തിയോൻ, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നശ്വരതയെ അനശ്വരമാക്കിയ കർമ്മയോഗി, കർമ്മബന്ധങ്ങൾക്ക് എള്ളും പൂവും ചന്ദനവുമേകി ബന്ധനമാക്കിയ അക്ഷരചിന്ത, ചിന്തകൾക്ക് ഭംഗം വരുത്തുമാറ് ചരിത്രഗാഥകളെ തിരിച്ചെഴുതിയവൻ, ഇരുട്ടിൽ തിരിച്ചറിവില്ലാതെ ഒരു ആത്മാവ് ഇന്നും അലയുന്നു, അഭിനയമോഹങ്ങളുടെ തിരക്കഥയിൽ അഴകുപടർത്തിയ കഥാകാരൻ. പിന്നീട് ഇദ്ദേഹത്തെ കാലത്തിൻ്റെ കഥാകാരൻ എന്ന് മുദ്രണം ചെയ്യപ്പെട്ടു. MT എന്ന രണ്ടക്ഷരത്തിൻ്റെ ഖ്യാതി ലോകചരിത്രത്തിൽ ഇടം പിടിച്ചു. വർത്തമാനകാല ഇന്ത്യയിൽ പഴശ്ശിരാജയും ഭീമനും ഒരു വടക്കൻ വീരഗാഥയും എല്ലാം ഇദ്ദേഹത്തിൻ്റെ അടയാളഗാഥകളായി. സൂപ്പർ സ്റ്റാറിനും മെഗാസ്റ്റാറിനുമപ്പുറം ഒരു കഥാകാരൻ എല്ലാ ഗരിമയോടും കൂടി ഉയർന്നു നിന്നു. പാതിരാവിനും പകൽ വെളിച്ചത്തിനും എന്നും നോക്കിക്കാണാൻ ഒരേയൊരു കഥാകാരൻ MT വാസുദേവൻ നായർ. രാഷ്ട്രപതിയിൽ നിന്നും 1973 സ്വന്തമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമയ്ക്ക് സ്വർണ്ണ പതക്കത്തിളക്കം. നവതിയുടെ നിറവിലും ഈ ഓളങ്ങൾ MTയെ തഴുകിക്കൊണ്ടേയിരുന്നു. തീരങ്ങളെ സാക്ഷിയാക്കി സാക്ഷര കേരളത്തിൻ്റെ വേദനകളുടെയും കണ്ണീരിൻ്റെയും സാമൂഹ്യ പാഠം പഠിപ്പിച്ച അക്ഷരഗുരുവിൻ്റെ തൂലികയിൽ നിന്നും പിറന്നു വീണത് അത് കഥകളായാലും തിരക്കഥകളായാലും സിനിമകളായാലും ഒക്കെ തന്നെ സൃഷ്ടികളുടെ തലക്കെട്ടുകൾ ഒരു കവിത പോലെ തന്നെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ ആ തലക്കെട്ടുകൾ കോർത്തിണക്കി ഒരു അക്ഷരഹാരം തീർക്കാൻ ഞാനൊരു ശ്രമം നടത്തുകയാണ്. MTയുടെ പകൽക്കിനാവിൽ കുട്ടിയടത്തിയും ഓപ്പോളും മുറപ്പെണ്ണും നിറഞ്ഞു നിന്നിരുന്നു. ബന്ധങ്ങൾ ബന്ധനങ്ങളായപ്പോൾ സ്വപ്നങ്ങളെ വിലക്കി വെച്ച പോലെ പാതിരാവിലും പകൽ വെളിച്ചത്തിലും ഇരുട്ടിൻ്റെ ആത്മാവ് നിഴലാട്ടം നടത്തിക്കൊണ്ടേയിരുന്നു. മഞ്ഞും വെള്ളവും അക്ഷരങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. വാരിക്കുഴിയിൽ വളർത്തുമൃഗങ്ങളെ വീഴ്ത്താതെ താഴ്വാരങ്ങളിലേക്ക് നയിച്ചു. ദയയുടെ ദൃശ്യചാരുത പെരുന്തച്ചനോളം വളർന്നു. നാലുകെട്ടിൽ ഒരു നറുപുഞ്ചിരിയോടെ സ്വന്തം ജാനകിക്കുട്ടി നാണിച്ചു നിന്നു. 7-ാം രാവിലും ഉത്തരം തേടി വിത്തുകൾ കാത്തുനിന്നു. ഓളവും തീരവും അസുരവിത്തിനെ ലക്ഷ്യം വെച്ചു പാഞ്ഞു. സ്വർഗം തുറക്കുന്ന സമയം നിർമാല്യ ദർശനത്തിനായി അടിയൊഴുക്കുകൾ ഇടനിലങ്ങളിൽ അഭയം പ്രാപിച്ചു. എല്ലാ കടവുകളും ഭേദിച്ച് ഒരു വലിയ ഉത്തരത്തിനായി MT എന്ന രണ്ടക്ഷരക്കാരൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. വാനപ്രസ്ഥം കഴിഞ്ഞ് 2-ാം ഊഴത്തിൻ്റെ ആഴങ്ങളിലേക്ക് മൗനമായി ഭാഷയുടെ ഉപാസകൻ പോയി മറഞ്ഞിരിക്കുന്നു. യേശുദേവനും MT വാസുദേവൻ നായരെ അനുഗ്രഹിച്ചിരിക്കാം. പുതിയ പ്രതിജ്ഞ ചൊല്ലിത്തന്ന അക്ഷരക്കൽപ്പടവിൻ്റെ അമരത്ത് അറിവിൻ്റെ അക്ഷയനിധിയുമായി ഇനി അങ്ങ് വാഴുക ഗഗന നക്ഷത്രമായി തന്നെ. നാഭീനാള ബന്ധത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞത് വീണ്ടും വീണ്ടും കുറിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അറിയാത്ത ആഴങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന സമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് തേങ്ങിയപ്പോൾ ഒരമ്മയുടെ സ്നേഹം കാണിച്ചു തന്ന് നിളയിലെ കുഞ്ഞോളം ഒന്ന് ശാന്തമായതുപോലെ. നന്മയുണരുന്ന നാലുകെട്ടിൻ്റെ മുറ്റത്തേക്ക് പ്രഭാതകിരണങ്ങൾക്കൊപ്പം താളലയ ശ്രുതിയോടെ അപ്പോഴും ഒരു പുള്ളുവൻ പ്രത്യക്ഷപ്പെടാറുണ്ട് ശ്രീ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട്. ഭാഗ്യമെന്ന് പറയട്ടെ, അങ്ങയുടെയും എൻ്റെ കുടുംബക്ഷേത്രമായ കൊടിക്കുന്നത്ത് കാവിലമ്മയുടെ രാവും പകലുമായുള്ള കരുതലും കാവലും ഒരു വലിയ അനുഗ്രഹമാണ്. ആ വിശ്വമഹാക്ഷേത്രത്തിനു മുന്നിൽ അങ്ങയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ ഞാൻ ഇനിയും നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം.